കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രിയിൽ ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആത്മാവിൽ പാടാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളെപ്പറ്റി ഘോഷിക്കാൻ, യഹോവേ നീ ചെയ്ത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങളും വളരെയാകുന്നു. ഞാനവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു എന്ന് ദാവീദ് പറയുന്നത് പോലെ എത്രയോ വിടുതലുകൾ, ഉപകാരങ്ങൾ, നന്മകൾ ദൈവം നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കാൻ കഴിയാത്തതുപോലെ, പാട്ടുകാരൻ പാടുന്നത് പോലെ വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ. എണ്ണിത്തീർത്തിടാതെ ചെയ്ത നന്മകൾ എത്ര ശ്രേഷ്ഠമാണ്. ആരും തിരിഞ്ഞു നോക്കാതിരുന്ന സമയങ്ങളിൽ മാറിപ്പോയപ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവം, ഞാൻ നിന്നെ അനാഥനായി കൈവിടുകയില്ല. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഫേസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് വചനത്തിന് പറയാനുള്ളത്, വീണ്ടും ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, മടക്കിക്കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉറപ്പിക്കുന്ന ഒരുവനുണ്ട്. ഇളകി മറിയുന്ന പ്രതലങ്ങളിൽ മുൻപോട്ട് പോകാൻ സാഹചര്യങ്ങൾ അനുവദിക്കാതിരിക്കുമ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ, ഞാൻ നൽകുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. വർഷങ്ങളായി, സംവത്സരങ്ങളായി നിങ്ങളെ പീഡിപ്പിച്ച, പാരമ്പര്യങ്ങളായി പിന്തുടർന്ന മിസ്രൈമ്യ ശക്തികൾ ഇനിയില്ല. ഇന്ന് കണ്ട മിസ്രൈമ്യരെ കാണില്ല. അതിൻ്റെ എൻഡാണ്. കാരണം ദൈവത്തിൻ്റെ റൈറ്റ് ടൈം ആയപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ പുറപ്പെടുവിച്ചതിനെ പിന്നീട് കൊണ്ടുവന്നിടത്തേക്ക് തളച്ചിടാൻ ഞാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിന്നാൽ മതി. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. നിങ്ങൾ മുമ്പോട്ട് പോകാൻ തയ്യാറാകണം. അറച്ചു നിൽക്കരുത്, സംശയിക്കരുത്, പകയ്ക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പരിമിതിക്കകത്ത് ഒതുക്കരുത്. പരിധിയും പരിമിതിയുമില്ലാത്ത സർവശക്തനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജത്തിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരാൻ നമുക്ക് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അതിശ്രേഷ്ഠമാണ് പ്രിയരെ. അതുവരെ സമുദ്രമാർക്കും വഴിമാറിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുവരെ ആർക്കും വഴിമാറാത്തത് വാഗ്ദത്തമുള്ള നിന്റെ മുമ്പിൽ വഴിമാറി. ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയിലൂടെ നിന്നെ കൊണ്ടുപോകാൻ അവിടുത്തേക്ക് പദ്ധതി ഉള്ളപ്പോൾ പുറകിൽ കേൾക്കുന്ന ആക്രോശങ്ങളും മുമ്പിൽ കാണുന്ന ചെങ്കടൻ്റെ ആരവങ്ങളും നിങ്ങളെ നിരാശപ്പെടുത്തരുത്. വാക്ക് പറഞ്ഞ ഒരുവൻ നിങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടിട്ടുണ്ടെന്ന് എത്ര പേർ ഉറയ്ക്കും. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആരെയെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ ദിവസം വരെ കാക്കുവാൻ അവിടുന്ന് ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഇന്ന് പകൽ ദൈവസഭ ഏറ്റെടുക്കുമെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അകത്തൊരു ധൈര്യം ഉണ്ടാകണം. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ആരാണ് എൻ്റെ നായകൻ? വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുവനാണ് എൻ്റെ കരത്തിൽ പിടിച്ചതെന്ന് ചിന്തിച്ചെന്നവർ സ്തോത്രം ചെയ്യണം. കഴിഞ്ഞ നാൾ പലരും കൈവിട്ടിട്ട് പോയില്ലേ?
ഉപേക്ഷിച്ചില്ലേ, മാറിപ്പോയില്ലേ? ഇന്നും മാറാത്ത ഒരുവനുണ്ട്. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച, കല്ലറകളെ ഭേദിച്ച ഒരുവൻ. അവൻ്റെ പേര് നസറേനായ യേശു. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തലർ പ്രവൃത്തി 28-6 വളരെ സുപരിതം. അവൻ നീര് വെച്ച് വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വിചാരിച്ചവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവൻ ഒരു ദേവനെന്ന് പറഞ്ഞു. ചരിത്രം നമുക്കറിയാം. ഈശാനമൂലൻ കൊടുങ്കാറ്റടിച്ച് ഷിപ്പ് തകർന്ന് മെലിത്തയിലെത്തുകയാണ്. വ്യക്തിത്വമുള്ളവൻ എത്ര ഈശാനമൂലൻ അടിച്ചാലും അതിൻ്റെ നടുവിലും നിൽക്കേണ്ടിടത്ത് നിവർന്നു നിൽക്കും. അവനൊരു ദോഷവും പറ്റുകയില്ല. അടുത്ത ഭാഗം, വെളുത്തെ വന്നപ്പോൾ ഒരണലി കൈക്ക് ചുറ്റി. ചരിത്രം നമുക്കെല്ലാം അറിയാം. അവിടെ അവർ പറയുകയാണ്, നീതിദേവി ജീവിക്കാൻ അനുവദിക്കത്തില്ല. ആ ദേശത്തിൻ്റെ വ്യാപാരമാണ് നീതിദേവി. ഇതാണ് പൗലോസിനെ തകർക്കാൻ നോക്കിയത്. ഞാൻ അടുത്ത് നോക്കൂ, അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. ആ ജന്തുവിനെ കണ്ടപ്പോൾ അത് പൗലോസിൻ്റെ കൈക്ക് ചുറ്റിയപ്പോൾ, 4-ാം വാക്യം, കൈമേൽ തൂങ്ങുന്നത് ആ മനുഷ്യർ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കൊലപാതകൻ, സംശയമില്ല. കടലിന് രക്ഷപ്പെട്ടിട്ട് പോലും നീതിദേവി അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവർ പറയാം, കഴിഞ്ഞ മിനിറ്റ് വരെ വിടുതലൊക്കെ സംഭവിച്ചു, സത്യമാണ്. എന്നിട്ടാണ്ട് ഇവിടെ വന്ന് തകരാൻ പോകുക. ഇന്ന് പകൽ ഞാൻ ദൂത് വിളിച്ചു പറയാം, ഇന്നലകൾ വിടുവിച്ചത് ഇന്ന് കൊണ്ട് തകർക്കാനല്ല കേട്ടോ. ഇന്നലെ സൗഖ്യമാക്കിയവൻ ഇന്ന് കൊണ്ട് നിന്നെ ദുഷ്ടപിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാനല്ലെന്ന് എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യും. അടുത്ത ഭാഗമാണ് നമ്മുടെ കുറിവാക്യം. എന്നിട്ട് അവർ നോക്കി, അവർക്കൊത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. ഇതാരെയൊക്കെ തൊട്ടിട്ടുണ്ടോ, ചുറ്റിയിട്ടുണ്ടോ, ചുറ്റിയവരെല്ലാം വീണിട്ടുണ്ട്, വീർത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഭാഗം. അവൻ നീതി വെച്ച് വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ എന്ന് വിചാരിച്ച് അവർ കുറെ കാത്തു നിന്നു. ഇന്ന് പകൽ കാത്തു നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. വാഗ്ദത്തത്തിന് വേണ്ടി നിലകൊള്ളുന്ന ചിലർ, ദൈവശബ്ദം കേട്ട ചിലർ. ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ അധപ്പതനം കാണാൻ, നിന്റെ എൻഡ് കാണാൻ കുറെ നാളായി കാത്തു നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് തെറ്റുപറ്റി, അവരുടെ കാത്തിരിപ്പ് വ്യർത്ഥമായി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കെതിരെ കാത്തു നിൽക്കുകയാണ് ചിലർ. നിങ്ങളുടെ തലമുറകൾക്കെതിരെ, നിങ്ങളുടെ കുടുംബജീവിതത്തിനെതിരെ, നിങ്ങളുടെ ശരീരത്തിനെതിരെ, നിങ്ങളുടെ മിനിസ്ട്രിക്കെതിരെ ഇപ്പം തകരും, ഇപ്പോൾ തീരുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില അന്യായ ശക്തികളുണ്ട്. അടുത്ത ഭാഗം നോക്കൂ, വളരെ നേരം കാത്തു നിന്നിട്ടും, ഇന്ന് പകൽ എത്ര നാള് കാത്തു നിന്നിട്ടും പൗലോസിന് ആപത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ മനസ്സ് മാറി. കഴിഞ്ഞ മിനിറ്റ് വരെ നിന്റെ അധപ്പതനം കണ്ട, ഇപ്പൊ തീരും, ഇവിടം കൊണ്ട് തീർന്നു. അവൻ്റെ വിശ്വാസം എവിടെ, അവൻ്റെ ആരാധന എവിടെ, അവൻ്റെ മേലുള്ള ദൈവശബ്ദം എവിടെ? ഇപ്പോൾ തീരും. പക്ഷെ ഒന്നും ഭവിക്കുന്നില്ല, വിടുതൽ വരുന്നു എന്ന് കണ്ടപ്പോൾ ചിലതിൻ്റെ മനസ്സ് മാറുകയാ. ഇവൻ്റെ കൂടെ ദൈവമുണ്ടെന്ന്, ഇവൻ ദൈവമാണെന്ന്, അവനോ ദേവനാന്ന് പറഞ്ഞ് മനസ്സിലായോ? നീ ഒരു ദൈവ പൈതലാണെന്ന്, അഭിഷേകമുള്ളവനാണെന്ന്, ഇവനെ തൊട്ടിട്ടും ഇവനൊന്നും സംഭവിക്കത്തില്ലെന്ന് ഒരു സമൂഹം പറയുന്ന തലത്തിലേക്ക് നിന്റെ മേലുള്ള ആത്മനിയോഗം വെളിപ്പെടുത്താൻ ദൈവത്തിന് സമയമായി. പ്രിയരെ, ചിലത് തൊട്ടതും ചിലത് വന്നതും ചിലത് ഫേസ് ചെയ്തതും നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ളതല്ല. ആ ടൈമിന് വിട്ടുകൊടുക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്. നിങ്ങളുടെ കൂടെ ജീവനുള്ള ദൈവമുണ്ടെന്നും വിളിച്ചവൻ ഉണ്മയുള്ളവനാണെന്നും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനാണെന്നും അഭിഷേകമുള്ളവൻ പകുതി വഴിക്ക് അസ്തമിക്കത്തില്ലെന്നും അവൻ്റെ മേലുള്ള നിയോഗം പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും
കാത്തിരിക്കുന്ന ചിലർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവം ദേശങ്ങളിൽ, കുടുംബങ്ങളുടെ ഇടയിൽ, ദൈവസഭകളുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൂത് പറയുന്നു. ചില അടയാളങ്ങൾ ദൈവം ചെയ്യാൻ പോയ കാത്തു നിൽക്കുന്നവർ നിരാശപ്പെടും. പക്ഷേ നിങ്ങളോ അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലെത്തി ദൈവനിയോഗത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? വളരെ കാത്തു നിൽക്കട്ടെ. അവരങ്ങനെ നിൽക്കും, പക്ഷെ നമ്മൾ ശക്തരാകും. അവർ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ആത്മശക്തിയോടെ അടുത്ത്. കാരണം ഇസബെല്ലും കാത്തിരുന്നില്ലേ? 24 hours കഴിയുമ്പോൾ ഏലിയാവ് തീരത്തില്ല. ഏലിയാവ് എഴുന്നേറ്റു, ഏലിയാവ് ബലം പ്രാപിച്ചു, അടുത്ത തലത്തിലേക്ക് നടന്നു. കാത്തിരുന്ന ഇസബെല്ല്, നിന്റെ കാത്തിരിപ്പ് വ്യർത്ഥമായി, നീ തകരും. പ്രൈസ്. അണലി തകർന്നു, പൗലോസ് തകർന്നില്ല. പൗലോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, അടുത്ത തലത്തിലേക്ക് പോകെ. ഇന്ന് പകൽ ദൂത് ശക്തവും വ്യക്തമായി വിളിച്ചു പറയുന്നു. നിനക്കെതിരെ മാർക്കിട്ട് നിൽക്കുന്ന, വിലയിരുത്തി നിൽക്കുന്ന, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ ആത്മീകത്തിനെതിരെ വില പറഞ്ഞു നിൽക്കുന്ന, ഇവിടം കൊണ്ട് തീരുമെന്ന് പറയുമ്പോൾ ഇല്ല, അവർ കാത്തിരുന്ന് നിഷ്ഫലമായി തരിക. ദൂട്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുങ്ങി പോകും, ദൂട്ടന്റെ ആശ നശിച്ചു പോകും. യഹോവയെ കാത്തിരിക്കുന്നവർ അടുത്ത തലത്തിലേക്ക് ശക്തിയെ പുതുക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിന്റെ വിടുതലുകൾ ജനം അനുഭവിക്കട്ടെ. കാത്തു നിൽക്കുന്ന ചില നിരാശപ്പെട്ടു, അവർ ഹല്ലേലൂയ തിരിച്ച് മനസ്സുമാറി ഇവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് പറയത്തക്ക രീതിയിൽ കർത്താവ് ചില അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ, ചർച്ചക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ, ദേശത്ത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. ഇന്ന് പകൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിരിക്കാൻ സ്തോത്രം, വിടുതലുകൾ സംഭവിച്ചിരിക്കാൻ സ്തോത്രം, ദൈവപ്രവർത്തിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, വിശ്വാസത്തോടെ മൂവ് ചെയ്യൂ, ദൈവശക്തി ഏറ്റെടുക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുന്ന പകൽക്കാലമാ. കാത്തിരിക്കുന്നവർ നിരാശപ്പെടും. അവർ നിങ്ങളുടെ അധപ്പതനം കാണാനിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, തൻ്റെ മക്കളെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച്, ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിച്ച് ശക്തരാക്കി നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.